നമസ്കാരം, സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചാവക്കാട് മരക്കമ്പനിയിൽ വൻ തീപിടുത്തം. ലക്ഷങ്ങളുടെ മരങ്ങൾ കത്തിനശിച്ചു. പഞ്ചാരമുക്കിലെ മരക്കമ്പനിയിൽ രാത്രി 12:15 സംഭവം. ഈരാട്ടുപേര സ്വദേശി റൌസൽ ഉമറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മരക്കമ്പനി. കമ്പനിയിൽ നിന്ന് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ ജീവനക്കാരെയും പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചു. ഗുരുവായൂർ, കുന്നംകുളം, നാട്ടിക എന്നിവിടങ്ങളിൽ നിന്നായി ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട കഠിന ശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. ചാവക്കാട് സബ് ഇൻസ്പെക്ടർ പ്രീത ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. വിലപിടിപ്പുള്ള തേക്ക് മരങ്ങളാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. അക്കിക്കാവ് കമ്പിപ്പാലത്ത് വീണ്ടും അപകടം. KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച രാവിലെ 8:30 സംഭവം. എതിർദിശയിൽ നിന്നെത്തിയ ബൈക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് ഇടിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രികനായ ഇയാൾ സ്വദേശിക്കും സമീപത്ത് സൈക്കിളിൽ ലോട്ടറി വിൽപ്പന നടത്തുകയായിരുന്ന അഗതിയൂർ സ്വദേശി മണിക്കും പരിക്കേറ്റു. പാതയിൽ കിടന്നിരുന്ന ടോറസ് ലോറിക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. അതേസമയം വിവരമറിയിച്ച് പോലീസ് സംഭവസ്ഥലത്ത് എത്തിയില്ല എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. 2 ദിവസം മുമ്പ് അക്കിക്കാവ് കോളേജ് ജംഗ്ഷനിൽ ലോ ഫ്ലോർ ബസ് ഇടിച്ച് ഒരാൾ മരിച്ചിരുന്നു. തുടർച്ചയായി അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ മേഖലയിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഗതാഗത നിയന്ത്രണ നടപടികളും അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാവക്കാട് ശക്തമായ മഴയിൽ വീട് തകർന്നു. ആളപായമില്ല. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ബ്ലാങ്ങാട് മാട്ടുമ്മൽ കണ്ടെയ്നർ സബ്സ്റ്റേഷന് കിഴക്ക് ഭാഗം താമസിക്കുന്ന രായ്മരക്കാർ വീട്ടിൽ കുന്നുമ്മൽ ഉസ്മാൻ ബുഷ്ര ദമ്പതികളുടെ ഓടുമേണ വീടാണ് തകർന്നത്. വീടിന്റെ അടുക്കളയോട് ചേർന്ന പുറകുവശമാണ് പൂർണ്ണമായും ഇടിഞ്ഞു വീണത്. ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയെ തുടർന്ന് രാത്രി 10 മണിയോടെയാണ് വീട് തകർന്നത്. അപകട സമയത്ത് ഉസ്മാനും ഭാര്യ ബുഷ്രയും മകളും ആശുപത്രിയിൽ കഴിയുന്ന ബന്ധുവിനെ കാണാൻ പോയതിനാൽ വൻ ദുരന്തം ഒഴിവായി. പോർക്കുളം കൊങ്ങണൂരിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻശേഖരം പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കൊങ്ങണൂർ താഴിശ്ശേരി വീട്ടിൽ ഉണ്ണികൃഷ്ണനെ കുന്നംകുളം പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ വ്യാപാര സ്ഥാപനത്തിൽ വൻതോതിൽ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതായി ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഹാൻസ് ഉൾപ്പെടെയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തത്. 500-ലധികം പാക്കറ്റുകളാണ് സ്ഥാപനത്തിൽ നിന്ന് പിടിച്ചെടുത്തത്. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ ദുക്രാന തിരുനാളിന് തുടക്കമായി. ഏകദേശം 1,00,000-ലധികം പേർക്കുള്ള നേർച്ചകൂട്ടാണ് നൽകുന്നത്. രാവിലെ 6:30 മുതൽ ആരംഭിച്ച ദിവ്യബലി വൈകുന്നേരം 4 മണി വരെ ഉണ്ടാകും. തളിയക്കുളത്തിൽ നിന്ന് കൊടിയേറ്റ പ്രദക്ഷിണവും ഉണ്ടായി. പാലക്കാട് രൂപത അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികനായി. രാവിലെ 9:30 ആഘോഷമായ തിരുനാൾ കുർബാന, തിരുനാൾ കൊടിയേറ്റം എന്നിവ നടന്നു. ഇടവകയിൽ തോമസ് നാമധാരികളുടെ സമർപ്പണവും നടക്കും. വൈകിട്ട് 4 മണിക്ക് ഫാദർ ബിജു പാണേങ്ങാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ റാസ കുർബാന ഉണ്ടാകും. ഫാദർ ക്ലിന്റ് പാണേങ്ങാടൻ, ഫാദർ ജാക്സൺ തെക്കേക്കര എന്നിവർ സഹകാർമ്മികരാകും. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്തിന്റെ നേതൃത്വത്തിൽ ഇടവക ട്രസ്റ്റിമാരായ ഹൈസൺ PA, ഫ്രാൻസി ചൊവ്വല്ലൂർ, സേവ്യർ വാഗയിൽ, ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ജനറൽ കൺവീനർ ഷാജു താണിക്കൽ, ഫ്രാൻസിസ് ML തുടങ്ങിയവർ നേതൃത്വം നൽകും. പഴനിയിൽ നിന്ന് മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച കേസ് 2 യുവാക്കൾ അറസ്റ്റ്. നാട്ടിക സ്വദേശികളായ ചീരക്കുളങ്ങര വീട്ടിൽ ആനന്ദകൃഷ്ണൻ, എടക്കണ്ടിയിൽ വീട്ടിൽ ആകാശ് ബാബു എന്നിവരാണ് പിടിയിലായത്. സുമേഷിന്റെ ഉടമസ്ഥതയിലുള്ളതും അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് ഉപയോഗിച്ചിരുന്നതുമായ മോട്ടോർ സൈക്കിളാണ് പ്രതികൾ മോഷ്ടിച്ചത്. മെയ് 30 സംഭവം. പഴനിയിലുള്ള ബന്ധുവീടിന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ പ്രതികൾ മോഷ്ടിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ജൂൺ 26 മുതൽ ജൂലൈ 2 വരെ ആചരിച്ച ദേശീയ വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് KSEB കുന്നംകുളം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ടൌണിൽ ബഹുജന വൈദ്യുതി സുരക്ഷാ സന്ദേശ റാലി സംഘടിപ്പിച്ചു. ഇന്നത്തെ അവബോധം നാളത്തെ പ്രതിരോധം എന്ന ഈ വർഷത്തെ പ്രധാന സുരക്ഷാ മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു റാലി. കുന്നംകുളം ഡിവിഷനിലെ സേഫ്റ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഡിവിഷന് കീഴിലെ 11 സെക്ഷൻ ഓഫീസുകളിൽ നിന്നുള്ള വനിതകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർ പങ്കെടുത്തു. സുരക്ഷാ പ്ലക്കാർഡുകളും ബാനറുകളും ഏന്തിയ ജീവനക്കാരുടെ റാലി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS സുരേഷ് ഉദ്ഘാടനം ചെയ്തു. റാലിയുടെ ഭാഗമായി പൊതുജനങ്ങൾക്കായി വൈദ്യുതി സുരക്ഷാ നിർദ്ദേശങ്ങൾ അടങ്ങിയ നോട്ടീസുകളും വിതരണം ചെയ്തു.
വാരാചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സെക്ഷൻ ഓഫീസുകളുടെ നേതൃത്വത്തിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് നടന്നത്. സബ് ഡിവിഷൻ സേഫ്റ്റി ഓഫീസർമാരായ സിന്ധു, ശ്രീജ, ലിജി എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. കോട്ടപ്പടിയിൽ തെരുവുനായ ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടപ്പടി സ്റ്റോറീസ് കൂട്ടായ്മ ഗുരുവായൂർ നഗരസഭ അധികൃതർക്ക് നിവേദനം നൽകി. കോട്ടപ്പടി RCUP സ്കൂൾ പരിസരം തെരുവുനായ്ക്കളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് വരികയായിരുന്ന കുട്ടിയെ നായ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പള്ളിയിലേക്ക് വരുന്ന വിശ്വാസികളിലും നായപ്പേടിയിലാണ്. ആരാധന നടക്കുന്ന സമയത്ത് ആളുകളുടെ ചെരുപ്പുകൾ എടുത്തുകൊണ്ടുപോകുന്നതായും പരാതിക്കാർ പറഞ്ഞു. കോട്ടപ്പടി സ്റ്റോറീസ് പ്രസിഡന്റ് സെബി താണിക്കൽ, ഗുരുവായൂർ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാനി റിജിക് എന്നിവരാണ് നിവേദനം നൽകിയത്. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. തൃശൂർ IMA ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പ് ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ SM ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ 23 പേർ രക്തദാനം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ J ഫരീദ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ TA ആരിഫ്, NSS പ്രോഗ്രാം ഓഫീസർ ബഷീറ ഷർഖി, NSS സെക്രട്ടറിമാരായ ഹിബ CM, ഫിദ നസ്രിൻ, അധ്യാപിക ആയിഷ ഷംസു എന്നിവർ പങ്കെടുത്തു. കേരള സർക്കാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി നരണിപ്പുഴ അധ്യക്ഷനായി. പച്ചക്കറി തൈകൾ, തെങ്ങിൻ തൈകൾ, നാടൻ ഉൽപ്പന്നങ്ങൾ, വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണനവും കാർഷിക ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കർഷകർക്ക് കൃഷിരീതികൾ, ഉൽപാദന വർധന, ജൈവകൃഷിയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ ചാലുപറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമേഷ് പിടാവന്നൂർ, സുധീഷ്, ഷപ്ന, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വൈശാഖ്, അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് കുമാർ, ഹെഡ് ക്ലർക്ക് സതീശൻ എന്നിവർ സംസാരിച്ചു. കർഷകരും പൊതുജനങ്ങളും പങ്കെടുത്തു. പെരുവണ്ണൂർ EPNNM ചൈതന്യ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണവും PN പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. സംസ്ഥാന മാധ്യമ പുരസ്കാര ജേതാവ് C മൂസ പെരിങ്ങോട് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ വായനാശീലം വളർത്തുകയും പുസ്തകങ്ങളുമായി കൂടുതൽ അടുപ്പം സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. SRV LP സ്കൂളിലെ വിദ്യാർത്ഥികൾ ചൈതന്യ ലൈബ്രറി സന്ദർശിച്ച് വിവിധ പുസ്തകങ്ങൾ പരിചയപ്പെട്ടു. ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ചൈതന്യ ലൈബ്രറി പ്രസിഡന്റ് ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന മാധ്യമ പുരസ്കാര ജേതാവായ C മൂസ പെരിങ്ങോടിനെ പ്രധാന അധ്യാപിക ഷിജിമോൾ പൊന്നാടയണിയിച്ച് ആദരിച്ചു. അധ്യാപിക നയന, ലൈബ്രറിയൻ സുനിത, അസിസ്റ്റന്റ് ലൈബ്രറിയൻ സുധ എന്നിവർ സംസാരിച്ചു. മധുരവിതരണവും നടത്തി. ചാവക്കാട് നഗരസഭ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകർക്കായി കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P യതീന്ദ്രദാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷ മത്രംകോട്ട്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KH സലാം, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP രഞ്ജിത് കുമാർ, നഗരസഭാ കൌൺസിലർമാർ, അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ S ശശീന്ദ്ര തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, കർഷകർ, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ലൈബ്രറി ഒരുക്കിയ റീഡ്സ്പയർ 2026 വായനാ മാസാചരണം സമാപിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പ്രശസ്ത എഴുത്തുകാരൻ റഫീഖ് പട്ടേരി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ചു. വായനാ മാസത്തോടനുബന്ധിച്ച് നടത്തിയ ക്വിസ്, കഥാരചന, കവിതാലാപനം, പുസ്തകാസ്വാദനം തുടങ്ങിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് റഫീഖ് പട്ടേരി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായന വീടുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിലെ വിവിധ വിഭാഗം മേധാവികളുടെ നേതൃത്വത്തിൽ അക്ഷരയാത്രാ ബാഗ് വിതരണവും നടന്നു. കരുതലിന്റെ സന്ദേശവുമായി അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ NSS യൂണിറ്റ് ടുഗദർ ഫോർ തൃശൂർ സമൂഹ സേവന പരിപാടിക്ക് തുടക്കമിട്ടു. കടവല്ലൂർ, കടങ്ങോട് പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട 28 കുടുംബങ്ങളിലേക്ക് സാന്ത്വനത്തിന്റെ ഭക്ഷണ കിറ്റുകൾ കൈമാറി. തൃശൂർ ജില്ലാ കളക്ടറേറ്റുമായി കൈകോർത്ത് കഴിഞ്ഞ 3 വർഷമായി തുടർച്ചയായി നടത്തിവരുന്ന സാമൂഹ്യ സേവന യജ്ഞത്തിന്റെ ഈ വർഷത്തെ ഉദ്ഘാടനം കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം പെരുമ്പിലാവ് കടവല്ലൂരിലെ വിധവയും നിർധന വീട്ടമ്മയുമായ കൂത്തുപറമ്പിൽ ലളിതയ്ക്ക് കിറ്റ് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ചു. ജൂനിയർ പ്രിൻസിപ്പൽ രവ്യ KR, വിദ്യാർത്ഥിനികളായ ഹൈഫ, നസ്മിയ എന്നിവർ സംസാരിച്ചു. NSS കോർഡിനേറ്റർമാരായ ഷഹർബാൻ, റജി എന്നിവർ നേതൃത്വം നൽകി. ചരമം.
കൊരട്ടിക്കര മഠപ്പാട്ടിൽ മണിശ്ശേരി നാരായണൻ നിര്യാതനായി 67 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. ജയയാണ് ഭാര്യ. നിധീഷ്, നിഖില എന്നിവർ മക്കളാണ്. കാട്ടുകാമ്പാൽ വടക്കേത്തലയ്ക്കൽ പരേതനായ വർഗീസ് ഭാര്യ തങ്കമണി നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കാട്ടുകാമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. പരേതനായ റിജി, ഷാജി, സിജി എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.